അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാരുടെ പട്ടികയിൽ ലൂത്ത് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് മറ്റ് സമൂഹങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ പ്രകൃതി വിരുദ്ധമായ ലൈംഗിക ബന്ധത്തെയായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. അതായത് അവർക്ക് സ്ത്രീകളെ വേണ്ടിയിരുന്നില്ല, കാണാൻ കൊള്ളാവുന്ന ആൺകുട്ടികളെ ലൈംഗിക ബന്ധത്തിന് ഉപയോഗപ്പെടുത്തുന്ന രീതിയായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിന് ഉണ്ടായിരുന്നത്. ആ സമൂഹത്തിൻ്റെ പേര് സദൂം നിവാസികൾ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതി വിരുദ്ധമായ ലൈംഗിക വീഴ്ചയ്ക്ക് സഡോമിസം എന്നാണ് പറയപ്പെടുന്നത്. ഈ സദൂമികളുടെ പ്രകൃതി വിരുദ്ധമായ ഇത്തരം ലൈംഗിക ബന്ധത്തെയും അതുപോലെ വിഗ്രഹ ആരാധനയെയും ലൂത്ത് നബി അലൈഹിസ്സലാം വലിയ തോതിൽ എതിർത്തു. അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. അവരോട് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. നിങ്ങൾക്ക് അള്ളാഹു ലൈംഗിക ദാഹം തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഇണകളുമായി മാത്രമേ നിങ്ങൾ ലൈംഗിക ബന്ധം പുലർത്താവൂ. നിങ്ങൾ ആൺകുട്ടികളിലേക്ക്, അതായത് പുരുഷന്മാരിലേക്ക് ഇത്തരം ആഗ്രഹങ്ങളുമായി സമീപിച്ചാൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ നിങ്ങളെ പിടികൂടും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ദുർവൃത്തയായ സ്ത്രീയായിരുന്നു. ആ സ്ത്രീയുടെ പരിപാടി മറ്റ് നാടുകളിൽ നിന്ന് കാണാൻ കൊള്ളാവുന്ന ആൺകുട്ടികളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഈ ജനതയിലെ പ്രമാണിമാർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ജോലിയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അത്തരം മാമാപ്പണിക്ക് വേണ്ടി ഇവർക്ക് അവർ വല്ല കൈമടക്കം കൊടുത്താൽ അത് ഇവർക്ക് കിട്ടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നു പോയപ്പോൾ ഒരിക്കൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാനുള്ള സമയമായി. ഇവരാണെങ്കിൽ ഈ ശിക്ഷയ്ക്ക് വേണ്ടി ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് മുറവിളി കൂട്ടുകയാണ്. അവർ പറഞ്ഞത്, ലൂത്തെ, നീ കുറേ കാലമായില്ലേ ഇങ്ങനെയൊക്കെ ചെയ്താൽ അള്ളാഹിൻ്റെ ശിക്ഷ ഇറങ്ങും എന്ന് പറയാൻ തുടങ്ങിയിട്ട്. അങ്ങനെയാണെങ്കിൽ നീ ആ ശിക്ഷ ഒന്ന് ഇറക്കി കാണിക്ക് എന്ന് വെല്ലുവിളിയാണ് എപ്പോഴും നടത്തുന്നത്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ നിൻ്റെ ഉപദേശം കേട്ടിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് ഞങ്ങൾ പിന്തിരിയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൻ്റെ സുഖം തേടി പോവുകയാണ്. നീ എന്തിനാണ് ആവശ്യമില്ലാതെ ഇത്തരം മുടക്കുകൾ പറയുന്നത് എന്നാണ് ആ സമൂഹം തങ്ങൾക്കുള്ള ശിക്ഷയെ എരന്ന് വാങ്ങുക എന്നൊക്കെ പറയുമല്ലോ, തിരക്കാക്കുക, അത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് സമയമായപ്പോൾ അവരിലേക്ക്, അതായത് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് 2 മലക്കുകൾ വരികയാണ്. ഈ മലക്കുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല സുന്ദരന്മാരായ ആൺകുട്ടികളുടെ രൂപത്തിലാണ്. അദ്ദേഹം വന്നപ്പോൾ ഇവർ 2 പേരും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാം വല്ലാതെ ഭയന്നുപോയി. ഇനി എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുവെച്ചാൽ ഇവർ മലക്കുകളാണെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഭയപ്പെട്ടത് ഇവർ കാണാൻ കൊള്ളാവുന്ന 2 ആൺകുട്ടികളാണ്. ഇപ്പം തന്നെ തൻ്റെ നാട്ടിലെ പ്രമാണിമാർ വരും, ഈ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകും, പ്രകൃതി വിരുദ്ധ ബന്ധം നടത്തും എന്നൊക്കെയായിരുന്നു അദ്ദേഹം ഭയപ്പെട്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഭയപ്പെട്ടതുപോലെ സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ
ആ നാട്ടിലെ പ്രമാണിമാരോട് ചെന്ന് പറഞ്ഞു, നമ്മളെ വീട്ടിലുണ്ട് നല്ല സുന്ദരന്മാരായ 2 ചെക്കന്മാർ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ കൂട്ടിക്കൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ആ വിവരം കൊടുത്തിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാരെല്ലാം കൂട്ടായിട്ട് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇവരെ ഞങ്ങൾ കൊണ്ടുപോകാൻ, എനിക്ക് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോ. അപ്പം ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരോട് ചോദിച്ചു, എല്ലാ ജനങ്ങളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പെൺകുട്ടികൾ നിങ്ങൾക്ക് കെട്ടിച്ചേരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ ഇവരെൻ്റെ അതിഥികളാണ്, ഇവരുടെ കാര്യത്തിൽ എന്നെ നിങ്ങൾ അപമാനിക്കരുത്. അതങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ കിട്ടും, പാപമാണ്, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ, നിങ്ങളുടെ കൂട്ടത്തിൽ തൻ്റെ ഇടയിൽ ഒരുത്തനും എൻ്റെ സഹായിയായിട്ട് നിൽക്കാൻ കൂടെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവരോട് ഒരുപാട് യാചിച്ചപേക്ഷിച്ചു. അവരാണെങ്കിൽ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, ഈ മലക്കുകൾ പറഞ്ഞു, നബിയെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ കരുതുന്ന ബാക്കി കുട്ടികളൊന്നുമല്ല, ഞങ്ങൾ അള്ളാൻ്റെ മലക്കുകളാണ്, ഞങ്ങൾ അവരെ കൂട്ടത്തിൽ വിട്ടോ, അവർക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ പിടിച്ചു കൊണ്ടുപോയിക്കോട്ടെ, ഞങ്ങളൊക്കെ ചെയ്യേണ്ട ഡ്യൂട്ടിയും കൊണ്ട് ഞങ്ങൾ ചെയ്തോളൂ, അതിനു വേണ്ടി അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചതാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് സമാധാനമായത്. അന്ന് രാത്രി മലക്കുകൾ ഭൂമിയെ കീഴ്മേൽ മറിച്ചു. സദൂ നിവാസികൾ കൂട്ടമായി കൊല്ലപ്പെട്ടു. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് നാട് വിട്ടോളണമെന്നാണ്. സുബൈൻ്റെ മുമ്പേ നിങ്ങൾ നാട് വിട്ടോളണം എന്ന് പറഞ്ഞു. ലൂത്ത് നബിയും അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്ന കുറഞ്ഞ ആളുകളും രാത്രിക്ക് രാത്രി അവിടുന്ന് എസ്കേപ്പായി. നേരം വെളുക്കുമ്പോൾ സംഭവിച്ചു, ഘോരമായ ശബ്ദത്തോടെ ഭൂമി കീഴ്മേലങ്ങോട്ട് മറിഞ്ഞു, ഇവരൊക്കെ അടിയിൽപ്പോയി. ആ ഭൂമിയാണത്രേ ഇന്ന് ചാവുകടൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ചാവുകടലിൻ്റെ പ്രത്യേകത, ഒരു മനുഷ്യൻ അതിലേക്ക് ചാടിയാൽ താണു പോവില്ല. കാരണം ഉപ്പിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള കടലുകളിൽപ്പെട്ട ഒരു കടലാണ് ചാവുകടൽ. ഇങ്ങനെ ഈ സദൂ നിവാസികൾ കൂട്ടമായി ആ രാത്രി കൊണ്ട് നശിച്ചു എന്നാണ് കഥ. അതോടെ ചരിത്രത്തിൽ കുപ്രസിദ്ധമായി സദൂമികളുടെ ഈ പ്രവൃത്തി, സഡോമിസം എന്ന പേരിൽ. അതുപോലെ ആ ജനതയെ അള്ളാഹു സർവാത്മന നശിപ്പിച്ചു. ലൂത്ത് നബിയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവർ, അവരെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കഥ. അള്ളാഹുവിൻ്റെ പരീക്ഷണം ഏത് ജനതയിലും എപ്പോഴും പ്രതീക്ഷിക്കാം. പ്രകൃതി ദുരന്തങ്ങളായി, ഭയപ്പെടുത്തുന്ന കാര്യങ്ങളായി, ക്ഷാമമായി, വരൾച്ചയായി, അങ്ങനെ പലതും. അള്ളാഹുവിൽ വിശ്വസിച്ച് അവനെ മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമാണ് രക്ഷ. അങ്ങനെ രക്ഷപ്പെടുന്നവരിൽ നാം ഉൾപ്പെടണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പറ്റുമെങ്കിൽ പരിചയമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കാരണം നമ്മൾ ദീനിയായ ഒരു ദഅവത്ത്, അറിയാവുന്നൊരു സംഭവം മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് നമുക്ക് കൂടി കൂലി കിട്ടുന്ന കാര്യമായി മാറും എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതേപോലെ തന്നെ അമ്പിയാക്കളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ചരിത്രം പറയുന്നതും കേൾക്കുന്നതും പാപമോചനത്തിന് കാരണമാകുമെന്ന കാര്യവും നാം മറക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയവും നെറ്റും വേസ്റ്റാവുകയല്ല, നമുക്ക് കൂലി കിട്ടുന്നൊരു കാര്യമായി മാറുകയാണ് എന്ന് എല്ലാവരും തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.